നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ്, പ്ലൈവുഡ്, വുഡ് ആൻഡ് ഡോർ, ലോക്ക്, ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. കൊണ്ടാഴി സരസ്വതി വിലാസം യു പി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് സംസ്കൃത പഠനം തടസ്സപ്പെടുത്തി അധികൃതർ. കൊണ്ടാഴി സരസ്വതി വിലാസം യു പി സ്കൂളിലെ 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സംസ്കൃത പഠനം നിർത്തലാക്കി എന്ന വാട്സപ്പ് സന്ദേശം രക്ഷിതാക്കളിൽ ആശങ്കയും കുട്ടികളുടെ പഠനവും തടസ്സപ്പെടുത്തുന്നു. മാനേജറുടെ ചില നീക്കങ്ങളാണ് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ രക്ഷിതാക്കൾ രംഗത്ത്. ജൂലൈ 5-ാം തീയതി സമൂഹ മാധ്യമങ്ങളിലൂടെ സ്കൂളിലെ പ്രധാന അധ്യാപിക കാഞ്ചന ദേവിയാണ് സംസ്കൃതം പോസ്റ്റിൽ ഒരാളെ നിയമിക്കുന്നതിനായി സർക്കാർ അനുമതി ഇല്ല എന്ന വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാന അധ്യാപിക പങ്കുവച്ചത്. എന്നാൽ സർക്കാരിന്റെ വിദ്യാഭ്യാസ ബോർഡിനെ അടക്കം കളങ്കപ്പെടുത്തുന്ന പോസ്റ്റ് വടക്കാഞ്ചേരി വിദ്യാഭ്യാസ ഓഫീസർ ഇടപെട്ട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് മാനേജറും പ്രധാന അധ്യാപികയും വീണ്ടും 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ സംസ്കൃത പഠനം നിർത്തലാക്കി എന്നുള്ള സന്ദേശം വീണ്ടും എത്തിയതോടുകൂടി പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ഉലയ്ക്കുന്ന സ്ഥിതിഗതിയിലേക്കാണ് കാര്യങ്ങൾ നയിക്കുന്നത്. പാഠപുസ്തകം അടക്കം വിതരണം ചെയ്തതിനു ശേഷമാണ് സ്കൂൾ അധികൃതരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ. സംസ്കൃത അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് വിദ്യാർത്ഥികളുടെ സംസ്കൃത പഠനം അനിശ്ചിതത്വത്തിലാക്കുന്നത് എന്ന ശക്തമായ പ്രതിഷേധമാണ് മാതാപിതാക്കൾ ഉന്നയിക്കുന്നത്. സരസ്വതി വിലാസം യു പി സ്കൂൾ 105 വർഷം പഴക്കമുള്ള യു പി സ്കൂളിൽ ഇപ്പോൾ നടക്കുന്നത് വലിയ അക്രമങ്ങളാണ്. ആ യു പി സ്കൂളിലെ ഒരു അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു അധ്യാപികയായ നിറഗർഭിണിയായ സ്ത്രീ ഒരു ടീച്ചറെ മാനസികമായി പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ മാനേജ്മെന്റും അവിടുത്തെ ചില അധ്യാപകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകർ മാനേജ്മെന്റിന് വേണ്ടി പ്രവൃത്തി നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ PTA മാനേജ്മെന്റിന് വേണ്ടി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ തച്ചു തകർക്കുന്ന സമീപനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംസ്കൃതം 1 മുതൽ 7 വരെ സംസ്കൃതമുണ്ട് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പഠിക്കാൻ വേണ്ടി വീടുകളിൽ ചെന്ന് ക്യാൻവാസ് ചെയ്ത് ആയതിനു വേണ്ടി കുട്ടികളെ കണ്ടെത്തി സംസ്കൃതമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ വിദ്യാലയം ചേരുകയുണ്ടായി. എന്നാൽ ആ സമയത്ത് അവിടെ സംസ്കൃതം പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് അവിടെ സംസ്കൃതം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ ചേർത്ത് സംസ്കൃതം പഠിപ്പിച്ചത്. എന്നാൽ മികച്ച സംസ്കൃത വിദ്യാലയത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ, സ്കോളർഷിപ്പുകൾ അവിടെ വിദ്യാർത്ഥികൾക്ക് നേടിക്കൊടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്നത്തെ വിദ്യ എന്ന് പറയുന്ന അധ്യാപിക. ആ അധ്യാപികയുടെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായി ഇല്ലാത്ത പോസ്റ്റ് അവിടെ പോസ്റ്റ് ഉണ്ടായി. ആ പോസ്റ്റിന്റെ ഭാഗമായി അവിടെ ഇപ്പോൾ എൻ്റെ കുട്ടി ഉൾപ്പെടെ അവിടെ പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ തവണ PTA പ്രസിഡന്റ് ആയിരുന്നു. മാനേജറുടെയും അവിടുത്തെ ചില അധ്യാപകരുടെയും തെറ്റായ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പിന്നെ വഴിക്ക് പോകാതെയായത്. ദൈനംദിനം വിദ്യാലയവുമായി ബന്ധപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആ വിദ്യാലയത്തിൽ ഇപ്പോൾ നടക്കുന്നത് കച്ചവടമാണ് നടക്കുന്നത്. വിദ്യാലയത്തെ കച്ചവടവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ മാനേജ്മെന്റ്. അതിന് കൂട്ടുനിൽക്കുകയാണ് ചില അധ്യാപകർ. നമ്മളത് മനസ്സിലാക്കണം. ഇപ്പൊ പറയുന്നത് ഇവിടെ തസ്തികയില്ല എന്നാണ്. തസ്തികയുണ്ട്. തസ്തികയില്ലാത്ത വിദ്യാലയത്തിൽ എങ്ങനെയാണ് 72ഓളം വരുന്ന വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുക? ആകെ 122 വിദ്യാർത്ഥികളാണ് ആ വിദ്യാലയത്തിൽ 1 മുതൽ 7 വരെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാലയത്തിൽ 72 പേരും, അങ്ങനെ പറഞ്ഞാൽ 65% കുട്ടികളും സംസ്കൃതം മുഖ്യ വിഷയമായി പഠിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികൾക്ക് കഴിഞ്ഞ കുറേ ദിവസമായി സംസ്കൃതം പഠിക്കുവാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രധാന അധ്യാപിക സംസ്കൃതം പഠിക്കാൻ പോയ കുട്ടികളെ അവിടെ നിന്നും വലിച്ചുകൊണ്ടുള്ള സാഹചര്യമാണ് ഉണ്ടായത്. ഏത് വിദ്യാലയം തുറക്കും? അക്ഷരം അഭ്യസിപ്പിക്കേണ്ട അധ്യാപകർ തന്നെ അക്ഷരമില്ലായ്മ ചെയ്യുന്നു. അക്ഷരം പഠിപ്പിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അത് മാനേജ്മെന്റിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ചില അധ്യാപകരാണ് ഈ പ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നത്.
അവിടെ 72 വരുന്ന വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെ പ്രധാന അധ്യാപികയും അവിടുത്തെ മറ്റു ചില അധ്യാപകരും ഭീഷണിപ്പെടുത്തുന്നു. എന്ത് അക്രമമാണ് നടക്കുന്നത്? തസ്തിക ഇപ്പോൾ വന്നു. തസ്തിക വന്നപ്പോൾ 30 ലക്ഷം രൂപയ്ക്ക് ആ തസ്തികയിൽ ഏതൊരു അധ്യാപികയെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോ അവിടെ സൗജന്യ സേവനം കഴിഞ്ഞ 3 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സൗജന്യ സേവനമല്ല, ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ശമ്പളത്തിന്റെ പേരിൽ അവിടെ 3 വർഷമായി ജോലി ചെയ്തു നിന്ന വിദ്യ എന്ന് പറയുന്ന അധ്യാപികയെ അവിടെ പുറത്താക്കാൻ വേണ്ടി ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തസ്തിക സർക്കാർ അംഗീകരിക്കുന്ന കാരണം എന്താണ്? ഇപ്പൊ രക്ഷിതാക്കളൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റും അധ്യാപകരും വാട്സാപ്പിലൊക്കെ ഗ്രൂപ്പുകളിൽ. എന്താ പറയുന്നത്? ഇവിടെ തസ്തിക സർക്കാർ അംഗീകരിച്ചിട്ടില്ല എന്ന്. സർക്കാർ തസ്തിക അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്തത്? ഇനിയൊരു തസ്തിക വരുമ്പോ, പുതിയ ഡിവിഷൻ ആരംഭിക്കുമ്പോ അത് സർക്കാരിന് ആ തസ്തിക കൊടുക്കണം. അധ്യാപക നിയമനം ഇപ്പൊ മാനേജ്മെന്റ് നടത്തിക്കോളൂ. ഇനി വരുന്ന അധ്യാപക നിയമനം സർക്കാരിന്റെ ലിസ്റ്റിൽ നിന്നും ആളെ വെക്കണമെന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ആയതിന് കരാർ ഒപ്പിട്ടിട്ടില്ല മാനേജ്മെന്റ്. ആ മാനേജ്മെന്റ് കരാർ ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ തസ്തിക നിലവിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചല്ലോ, അവിടെ ഇപ്പോഴും സ്റ്റാഫ് പാറ്റേണിൽ ഇവരെ പേരയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളിലും ഈ സംസ്കൃതം എവിടെയുണ്ട് വിഷയമാണെന്നും അവിടെ സംസ്കൃത അധ്യാപികയുണ്ട് എന്നുള്ള ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക്. മാത്രമല്ല പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നലെ പ്രധാന അധ്യാപിക കുട്ടികളോട് മോശമായി പെരുമാറി സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കയറിയ വിദ്യാർത്ഥികളെ പിടിച്ച് വലിച്ചിഴച്ച് ഒരു അധ്യാപിക അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. പ്രധാന അധ്യാപിക മാനേജർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ ക്ലിപ്പൊക്കെ ഉണ്ട്. കുട്ടികളെ ഭീഷണിപ്പെടുത്താണ്. ഇന്ന് നമുക്ക് പിന്നെ എന്തിനാണ് ഇവരവിടെ സംസ്കൃതമുണ്ട് എന്ന് പറഞ്ഞ് കുട്ടികളെ അവിടെ ചേർത്തത്? സസ്യയില്ലാത്ത വിദ്യാലയത്തിൽ എങ്ങനെ സംസ്കൃതത്തിൽ ചേർക്കുക? അങ്ങനെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ നിഷേധിക്കുന്ന സമീപനമാണ് മാനേജ്മെന്റും അവരുടെ ചില അധ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ആ വിദ്യാലയം അടച്ചുപൂട്ടുന്നതിനാവശ്യമായ നിലപാടുമായി ഇവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ അധ്യാപകരും ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളത് ജനകീയ കമ്മിറ്റി ഏറ്റെടുത്ത് അതിനെ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കാം. ഈ വിദ്യാലയത്തെ കുറിച്ച് ഇന്നല്ല കേൾക്കുന്നത്. ബസ് ഉണ്ടാവില്ല, ചില ഓട്ടോറിക്ഷ ഉണ്ടാവില്ല. മാനേജ്മെന്റും അവിടെ അധ്യാപകരും തമ്മിൽ ശീതസമരത്തിലായിരുന്നു ഇത്രകാലം. ആ സമരം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തീർന്നിരിക്കുന്നത് ഇപ്പോഴും തീർന്നിട്ടില്ല. ഒരു സ്കൂളിനെ നടത്തിക്കൊണ്ടുപോകുവാൻ വേണ്ട യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു മാനേജറാണ് സരസ്വതി UP സ്കൂളിന്റെ മാനേജറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിദ്യാലയത്തെ പൂർവികമായിട്ടുള്ള ആ പാരമ്പര്യമായിട്ടുള്ള പൈതൃകമായിട്ടുള്ള സരസ്വതി വിദ്യാലയത്തെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായിട്ട് ശ്രമം നടത്തി അവിടെ കല്യാണ മണ്ഡപത്തിന് വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന മാനേജ്മെന്റിന്റെ തെറ്റായ നെറുകേടിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ വരും ദിവസം സംഘടിപ്പിക്കുന്ന ആവശ്യമായ നടപടിയുമായി മുന്നോട്ട് പോകുന്നതാണ്. CCV ന്യൂസ് കൊണ്ടാഴി.